നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഇന്നലെ വരെ നമ്മൾ സംഭാവനയെക്കുറിച്ച് പറഞ്ഞു. ഇനി മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ വലതുവശത്തായിട്ട് ജോയിൻ എന്നൊരു ബട്ടണുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കാം. നിങ്ങളൊരു ബേസിക് മെമ്പർഷിപ്പ് എടുത്താൽ സിൽവർ മെമ്പർഷിപ്പ് 89 രൂപ അടയ്ക്കണം, ഞങ്ങൾക്ക് ഗൂഗിൾ അയക്കേണ്ടി വരും. അതിൽ ഗോൾഡൻ മെമ്പർഷിപ്പ് ആണെങ്കിൽ 299 രൂപ. കുറച്ച് കാശുള്ളവർ ഞങ്ങൾ കാശ് അയച്ചു തരിക. 1999 രൂപ, 2000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ നിങ്ങൾ അംഗത്വം എടുക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ആളുകൾ കേട്ടോ. എങ്കിലേ ഈ ചാനൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ എടുക്കുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾ വളർത്തണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും വളർത്തിക്കൊണ്ടുവരിക. ശബരിമലയിലെ ഇനി സ്ത്രീകളെ കയറ്റണ്ട, അതായത് പിന്നെ എന്താണ് 50 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാവുന്ന പ്രായം മുതൽ 10 വയസ്സ് മുതലാണെന്ന് തോന്നുന്നു 50 വയസ്സ് വരെയുള്ള പ്രായമുള്ള, അതായത് ആർത്തവ പീരീഡിൽ ഉള്ള സ്ത്രീകളെ നൈഷ്ഠിക ബ്രഹ്മചാരി ഇരിക്കുന്ന കാനനവാസൻ്റെ അടുത്തേക്ക് അയക്കേണ്ട എന്നൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നു. നേരത്തെ ഇത് വന്നപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അങ്ങനെയല്ല ഒരു നിലപാട് ദേവസ്വം ബോർഡ് എടുത്തിരുന്ന. അന്ന് പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. അവരും ഗവൺമെൻറ് എടുത്തിരുന്ന നിലപാട് ദേവസ്വം ബോർഡിനെതിരെ പരാതിയില്ല സ്ത്രീകളെ കയറ്റുന്നതിൽ എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തു. കാരണം ക്ഷേത്രത്തിൻ്റെ ആചാരം സംരക്ഷിക്കേണ്ടത് ആര് എന്ന ചോദ്യത്തിൽ ദേവസ്വം ബോർഡല്ലേ ഒന്നാമതായി നിൽക്കേണ്ടതെന്നുള്ള ചോദ്യം വന്നപ്പോൾ ദേവസ്വം ബോർഡ് അതിനകത്തൊരു ഉരുണ്ടുകളി നടത്തി. സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് ശരിക്കും ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ല. കാര്യം ബോർഡ് സെപ്പറേറ്റ് ബോർഡാണ്. ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ അനുസരിച്ചൊക്കെ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്ന സെപ്പറേറ്റ് ബോർഡാണ്. അത് വേണമെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ നയങ്ങളെയും അതുപോലെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഒരിടത്തും ബോർഡിൻ്റെ നിയമത്തിൽ പറയുന്നില്ല. സർക്കാർ വില്ലേജ് ഓഫീസ് നടക്കുന്നത് പോലെ ഓർഡർ ഇട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബോർഡ് പാസ്സാക്കണം കാര്യങ്ങൾ, ശമ്പളവും എല്ലാ കാര്യവും ബോർഡിൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. സർക്കാരിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, CPM-ൻ്റെ വലിയ നേതാക്കളായിരിക്കും എപ്പോഴും ബോർഡിൻ്റെ ചെയർമാൻ. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള പ്രശാന്ത് PS പ്രശാന്ത്, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് മാറിയ ആളാണ്. അദ്ദേഹം നല്ല വിശ്വാസിയാണ്. ഇപ്പോൾ അയ്യപ്പ സംഗമം വരുന്നുണ്ട് സെപ്റ്റംബർ 20-ന്. അപ്പോൾ അതിനു മുമ്പേ ഈ വിഷയം തിരുത്തുമോ എന്ന് BJP ചോദിച്ചിരുന്നു. അപ്പോൾ തിരുത്തിയില്ലെങ്കിൽ, ഇപ്പോൾ തിരുത്തുമെന്ന് പറയുന്നേ ഉള്ളൂ, സത്യവാങ് കൊടുക്കുമെന്നേ ഉള്ളൂ, അറിയത്തില്ല. തിരുത്തിയില്ലെങ്കിൽ BJP ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമോ എന്നുള്ളൊരു പേടി, UDF ഉപയോഗിക്കുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പ്രശാന്തിൻ്റെ ഒരു സൂചന പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്. സുപ്രീം കോടതിയിലും അതനുസരിച്ച് സത്യവാങ് കൊടുക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിലപാടായിരിക്കും. പ്രശാന്ത് പറഞ്ഞു, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണോ, ഇലക്ഷൻ ഗിമ്മിക്കാണോ, അതോ പറ്റിക്കലാണോ, ഹിന്ദുക്കളെ പറ്റിക്കലാണോ? പലവട്ടം പറ്റിച്ചിട്ടുണ്ട് ഈ സർക്കാർ. അങ്ങനെ ഒരു പറ്റിക്കലാണോ എന്നറിയില്ല. പ്രശാന്ത് ചെയ്യുന്നത് എന്തായാലും തിരിച്ചു വരുന്നുണ്ട്. SNDPയും NSSും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയ്യപ്പ സംഗമത്തെ. അതുകൊണ്ട് അയ്യപ്പ സംഗമം നടക്കട്ടെ. സ്വാഭാവികമായിട്ടും ശബരിമലയിലുള്ള ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് 90 ഡിഗ്രി ഉൾട്ട അടിച്ച് മാറുകയാണ്. ആ മാറ്റം ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിന് വലിയ ഗുണകരമായിരിക്കും. അല്ലെങ്കിൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന ഏത് സമൂഹത്തിൽപ്പെട്ടവരെ, കാര്യം എല്ലാവരും പോകുന്ന അമ്പലമാണല്ലോ, അവർക്ക് വലിയ മെച്ചമായിരിക്കും. രണ്ടാമതൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഗവൺമെൻറ് പ്രശാന്തൊക്കെ ഇടപെട്ട് ഗവൺമെൻറ്റിൽ ചെയ്യിക്കേണ്ടത്, ഒരുപാട് NSS, SNDP അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി, അതുപോലെ തന്നെ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത്, BJP, RSS, സംഘപരിവാർ സംഘടനകളുടെ പേരിൽ, ചെറുപ്പക്കാരുടെ പേരിൽ ഒരുപാട് കേസ് എടുത്തിട്ടുണ്ട്. പലർക്കും വിദേശത്ത് പോകാൻ പറ്റുന്നില്ല. അത് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ വളരെ വ്യക്തമായി മീറ്റിങ്ങിൽ പറയുകയും ചെയ്തു പത്രക്കാരോട്. അവർക്കെല്ലാം അവർ തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ, അവരുടെ സമൂഹത്തിൻ്റെ വിഷയത്തിന് വേണ്ടി ഇടപെട്ടു, അല്ലാതെ അവരാരും മോഷ്ടിച്ചവരല്ല, ക്രിമിനൽ കുറ്റം ചെയ്തവരല്ല, ആരെയും കൊന്നില്ല. അവരൊരു സാമൂഹ്യ വിഷയത്തിൽ ഇടപെട്ടു, സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് അവർക്ക് ജീവിതം വഴിമുട്ടുന്നത് ശരിയല്ല. അതും കൂടി ശരിയാക്കി കൊടുക്കണം ഗവൺമെൻറ്. എല്ലാവരുടെ കേസും പിൻവലിക്കാൻ വലിയ കാര്യമൊന്നുമുള്ളതല്ല. അവർ അത്ര കൊടും ക്രൂരതയൊന്നും ആരും വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുക ഈടാക്കിക്കൊണ്ട് ബാക്കി കോടതിയിലുള്ള കേസുകൾ പിൻവലിക്കാനുള്ള സംവിധാനം ആലോചിക്കുക. അതുപോലെ വിദഗ്ധരുമായി ആലോചിച്ച് പ്രശാന്ത് കോടതിയിൽ പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുത്താൽ കേസ് ദുർബലമാകാനുള്ള സാധ്യതയാണുള്ളത്. ശബരിമല സ്ത്രീ പ്രവേശം വീണ്ടും അടയാനുള്ള സാധ്യതയാണുള്ളത്. നമുക്കെന്തായാലും വിശ്വാസികളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. എന്തായാലും കാലാകാലങ്ങളായി ഹിന്ദു മതത്തിൽ, ഹിന്ദു ആചാരങ്ങളിൽ, സനാതനധർമ്മത്തിൽ ഒരുപാട് പൊളിച്ചെഴുത്തുകളും മാറ്റങ്ങളും ആചാരമാറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് വേണോ വേണ്ടേ എന്നുള്ളത് പൊതുസമൂഹവും ഹിന്ദു സന്യാസിമാരും ഹിന്ദു ആചാര്യന്മാരും അതുപോലെ തന്നെ ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ നിന്ന് തീരുമാനമുണ്ടാകട്ടെ.
എന്തായാലും ഗവൺമെൻറ്റും എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് പോരാടാം. ഒന്നിച്ച് നിന്നാണ് മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായോ ഇലക്ഷൻ ഗിമ്മിക്കോ ആയി മാറാതിരിക്കട്ടെ. അതാണ് ഏറ്റവും പ്രധാനം.